നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കാൻ അനുമതി. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ അനുമതിയായി. വിദഗ്ധ സമിതിയുടെ ശുപാർശ, സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട്, കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് എന്നിവ പരിഗണിച്ചാണ് ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. ശബരിമലയിലെ വിമാനത്താവളത്തിന് 2575 ഏക്കർ ഭൂമി LARR നടപടിക്രമങ്ങളനുസരിച്ച് ഏറ്റെടുക്കാനുള്ള നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചിരുന്നു. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി 6-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങി. അത് കഴിഞ്ഞ് 4-1 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ ശബരിമല വിമാനത്താവളത്തെ സംബന്ധിച്ച സാമൂഹിക ആഘാത പഠനം നടത്തി. സാമൂഹിക ആഘാത പഠനം കേരളത്തിലെ LARR എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പാകെ വന്നു. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ പരിശോധിച്ച് ശബരിമലയിലെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് റവന്യൂ വകുപ്പ് ഔപചാരികമായ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. കൊല്ലത്തെ കടലോര നിവാസികൾക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി. കൊല്ലത്തെ കടലോരത്തെ താമസക്കാർക്ക് 2024 പകുതിയോടെ പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവകേരള സദസ്സിന്റെ കൊല്ലം നിയോജക മണ്ഡല പര്യടനത്തോടനുബന്ധിച്ച് കൊല്ലത്തെ താമസത്തിനിടയിൽ കടലോരത്ത് പ്രഭാത നടത്തത്തിനിടെ തന്നെ വന്ന് കണ്ട കടലോര നിവാസികളുടെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ സർക്കാർ പുറമ്പോക്ക് ഭൂമികളിലും പലവിധ പദ്ധതികൾക്കായി സർക്കാർ ഏറ്റെടുത്തതിൽ ബാക്കി വന്ന ഭൂമികളിൽ താമസമാക്കിയവർക്ക് പട്ടയ മിഷൻ പദ്ധതിയിലൂടെ പട്ടയ വിതരണം ചെയ്യാനുള്ള സത്വര നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. കൊല്ലത്തെ ആശ്രാമ മൈതാനത്ത് ഒത്തുചേർന്ന ഈ മഹാമനുഷ്യ സാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ തന്റെ കടൽപ്പുറത്തിന്റെ ഭാഗമായിട്ടുള്ള CRZ പരിധിയാണെന്നുള്ളത് കൊണ്ട് ഭൂമി ലഭ്യമാകാൻ കഴിയാതെ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന 200ഓളം കുടുംബങ്ങൾ, ഞങ്ങളുടെ മുമ്പിൽ പ്രയാസമനുഭവിച്ച 200ഓളം കുടുംബങ്ങൾ 2024 പകുതിയാകുമ്പോഴേക്ക് ആ കുടുംബങ്ങളെ കൊല്ലത്ത് ഭൂമിയുടെ ഉടമകളാക്കുന്ന നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് പോകും. ഡിജിറ്റൽ റീസർവേ 2.06 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ അളവ് പൂർത്തിയായി. സംസ്ഥാനത്ത് 2022 നവംബർ 1 മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേയിൽ ഡിസംബർ 22 വെള്ളിയാഴ്ചയോടെ 2,06,917 ഹെക്ടർ ഭൂമിയിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ച 200 വില്ലേജുകളിലെ 58 എണ്ണത്തിൽ മുഴുവൻ സർവേ നടപടികളും പൂർത്തിയായി. റീസർവേ നടപടികൾ പൂർത്തിയായ മുഴുവൻ വില്ലേജുകളിലും സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ 9(2) പ്രകാരമുള്ള വിജ്ഞാപനവും ഇതിനകം പ്രസിദ്ധീകരിച്ചു. ഒന്നാം ഘട്ട ഡിജിറ്റൽ റീസർവേയിൽ ഉൾപ്പെട്ട 148 വില്ലേജുകളിലും രണ്ടാം ഘട്ട സർവേയിൽ ഉൾപ്പെട്ട 6 വില്ലേജുകളിലും ഉൾപ്പെടെ 154 വില്ലേജുകൾ സർവേ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്ന മുഴുവൻ ജീവനക്കാരെയും റവന്യൂ മന്ത്രി കെ രാജൻ അഭിനന്ദിച്ചു. നവകേരള സദസ്സ് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ പര്യടനം പൂർത്തിയായി. സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സ് പര്യടനം ഈ ആഴ്ച കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പൂർത്തിയായി. ഇതോടെ 136 നിയോജക മണ്ഡലങ്ങളിലെ പര്യടനമാണ് പൂർത്തിയായത്. തിരുവനന്തപുരം ജില്ലയിലെ അവസാന നവകേരള സദസ്സ് ഡിസംബർ 23 ശനിയാഴ്ച വൈകിട്ട് 6-ന് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന നവകേരള സദസ്സോടെയാണ് സമാപനമായത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ജനുവരി 1-2 തീയതികളിൽ നടക്കും. എല്ലാ പ്രേക്ഷകർക്കും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.